ചോദിക്കാനുള്ളത് UDFിൻ്റെ പ്രതിനിധിയോടാണ്. UDFിൻ്റെ പ്രതിനിധി പറഞ്ഞു 9 കൊല്ലം LDFിൻ്റെ ദുർഭരണം ഞങ്ങൾ ഇവിടെ പറയും. ആയിക്കോട്ടെ, പറയണം. ഈ 9 കൊല്ലം നിങ്ങൾ കുടിയിൽ കയറി കടന്നുറങ്ങിയായിരുന്നു, മുണ്ടാതെ പുറത്തിറങ്ങാതെ ഒരു പ്രക്ഷോഭം പോരായിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാനല്ലേ പ്രതിപക്ഷങ്ങൾ അവിടെ ഈ ശമ്പളമൊക്കെ വാങ്ങി നിയമസഭയ്ക്ക് പോലുണ്ടല്ലോ. ഓലിവിടെ കടന്നുറങ്ങിയായിരുന്നു ഈ 9 കൊല്ലം. ഈ 9 കൊല്ലം കടന്നുറങ്ങി കുത്തിരിക്കായിരുന്നു. ഇപ്പം ഇവിടെ ഞങ്ങൾ പറയും ഒരു കുട്ടികൾക്ക് പുത്തൻ കിട്ടിയാൽ മാറിയില്ല പറച്ചിലല്ലേ ഇപ്പോൾ നിങ്ങൾ UDFിനോടാണ് ഞാൻ ചോദിക്കണേ. UDFിൻ്റെ പ്രതിനിധിയോട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ചൂണ്ടിക്കാട്ടാൻ കഴിയാത്ത പ്രതിപക്ഷമാണോ നിങ്ങൾ? ബഹുമാനപ്പെട്ട ഇക്ക സൂചിപ്പിച്ചു പ്രതിപക്ഷം കിടന്നുറങ്ങുകയായിരുന്നു എന്ന്. ഈ കിടന്നുറങ്ങുകയില്ല എന്നതിൻ്റെ തെളിവ് ഞാൻ തൃക്കാക്കരയിൽ ഞങ്ങൾ കിടന്നുറങ്ങാതെ തന്നെയാണ് ഞങ്ങൾ ജയിച്ചത്. പുതുപ്പള്ളിയിൽ ഞങ്ങൾ അങ്ങനെ തന്നെ ജയിച്ചത്. അല്ലല്ല, പുതുപ്പള്ളിയിൽ ജയിച്ചു, പാലക്കാടും ജയിച്ചു. അന്ന് ഞങ്ങൾ പറഞ്ഞു ഭരണപക്ഷത്തെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞല്ലോ. ഭരണപക്ഷത്തെ കൃത്യമായി വിലയിരുത്തിയ ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടന്നു. ഞങ്ങൾ വിജയിച്ചു. ലോക്സഭകളിൽ നടന്ന ബഹുഭൂരിപക്ഷം വരുന്ന സീറ്റുകളിൽ ഞങ്ങൾ വിജയിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ഞങ്ങൾ വിജയിച്ചു. ഞങ്ങൾ കിടന്നുറങ്ങാതെ തന്നെ ജയിച്ചത്. അല്ലല്ല, ജമാഅത്തെ ഇസ്ലാമി നല്ല ചോദ്യമാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പേ പിണറായി വിജയന്റെ കേരളത്തിലെ മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ആവശ്യപ്പെടുകയാണ്. അല്ലെ, കണ്ടോ? നിങ്ങൾ ആർക്കും കണ്ടോ? ഒരു കാര്യം, അതായത് വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന് സ്വരാജ് പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് പറയുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് ഒറ്റ മറുപടി പറഞ്ഞാൽ മതി. അല്ല, കേരളത്തിൽ അതെ പറയട്ടെ അദ്ദേഹമാ. കേരളത്തിൽ UDF ഒരു തെരഞ്ഞെടുപ്പിനകത്തും വർഗീയ കക്ഷികളുടെ വോട്ട് നേടിക്കൊണ്ടല്ല വിജയിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് സെക്യുലർ നിലപാടുണ്ട്. ഇന്ത്യയിൽ RSSനെ പരാജയപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ വർഗീയതക്കെതിരെയുള്ള പോരാട്ടമൊന്നും ആരും ഇവിടെ സർട്ടിഫൈ ചെയ്ത് പഠിപ്പിക്കാൻ വരണ്ട. ഒരാളും പഠിപ്പിക്കാൻ വരണ്ട. പൂർത്തീകരിക്കട്ടെ. 2015 മുതൽ ഇവർ ഈ വെൽഫെയർ പാർട്ടിയുമായി കൂട്ടുചേർന്ന ആൾക്കാരാണ്. എന്നിട്ടാണ് ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിച്ചുകൊണ്ട് വരണ്ടെന്ന് പറയുന്നത്.